മാക്സ് 7 കുറിച്ച് മോഹൻ മാസ്റ്റർ നടത്തിയ ഒരു പ്രതികരണം, അത് പ്രസംഗത്തിൽ അങ്ങനെ ഒരു പരാമർശമുണ്ടായി. ജമാഅത്തെ ഇസ്ലാമി ഇതിലേക്ക് നുഴഞ്ഞു കയറുന്നു എന്നുള്ള വിധത്തിലുള്ള പരാമർശമുണ്ടായി എന്ന് പറഞ്ഞു. മറ്റു മാധ്യമങ്ങളൊക്കെ തന്നെ അതൊരു വിമർശന വിഷയമായി എടുത്ത് വാർത്തയാക്കിയിരിക്കുകയാണ്. എന്തായാലും അതേക്കുറിച്ച് പി മോഹൻ മാസ്റ്റർ ഞങ്ങളോട് ഇപ്പോൾ സംസാരിക്കും. എന്താണ് പക്ഷേ അങ്ങനെ ഒരു തെറ്റിദ്ധാരണാജനകമായ വാർത്തയാക്കി അതിനെ മാറ്റിയോ മാധ്യമങ്ങൾ? ഇത് ഈ ജമാഅത്ത് ഇസ്ലാമി, SDPI, അതുപോലെ സംഘപരിവാർ സംഘടനകൾ ഇവരെല്ലാം വളരെ കൃത്യമായ മതരാഷ്ട്രവാദവും അതുപോലെ തന്നെ വർഗീയ അജണ്ടയും പ്രചരിപ്പിക്കുന്നതിന് നിലകൊള്ളുന്നവരാണ്. നാട്ടിൽ രൂപപ്പെട്ടു വരുന്ന പൊതു ഇടങ്ങളും അതുപോലെ പൊതുവേദികളുമെല്ലാം അത്തരത്തിലുള്ള ഇവരുടെ ഒളി അജണ്ടയുടെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ചിലയിടങ്ങളിലെങ്കിലും ഇത്തരം ശക്തികളെല്ലാം നടത്തുന്നുണ്ട്. മാക്സ് 7 എന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സതുദ്ദേശപരമായി ആരംഭിച്ച ഒരു സംരംഭമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നെല്ലാം രക്ഷ കിട്ടുന്നതിന് വേണ്ടി, മോചനം കിട്ടുന്നതിന് വേണ്ടി വ്യായാമം ശീലിക്കുക, അത് പ്രോത്സാഹിപ്പിക്കുക, അതൊരു നല്ല കാര്യമാണ്. എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതും ഒക്കെയാണ്. അത് ഏതാനും വർഷങ്ങളായി തുടർന്നു വരുന്നതാണ്. എന്നാൽ അപൂർവം ചിലയിടങ്ങളിൽ ഇത്തരം ശക്തികൾ, ജമാഅത്തെ ഇസ്ലാമി അതുപോലെ തന്നെ തീവ്രവാദ സംഘങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതുപോലെ സംഘപരിവാർ, ഇവരെല്ലാം അപൂർവം ചിലയിടങ്ങളിൽ ഇത്തരം പൊതു ഇടങ്ങളും പൊതുവേദികളുമെല്ലാം തങ്ങളുടെ ഈ സങ്കുചിതമായ മതരാഷ്ട്രവാദത്തിനും വർഗീയ അജണ്ട പ്രചരിപ്പിക്കാനുള്ള പരിശ്രമങ്ങളുടെയും അതിനുള്ള മറയാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിലയിടങ്ങളിലെങ്കിലും ഇത്തരം ശക്തികൾ ഇത്തരം വേദികളിലും നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട്. അത് സംബന്ധിച്ചൊരു ജാഗ്രത പൊതുവിൽ ഒരു മതനിരപേക്ഷ ജനാധിപത്യ സമൂഹത്തിന് ഉണ്ടാവേണ്ടതുണ്ട്. അക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. അത് ശരിയായൊരു വസ്തുതയാണ്. ചിലയിടത്ത് നേരത്തെ തന്നെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ രീതി എല്ലാവർക്കും അറിയാം. അവർ ഈ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിലിടപെടുക, അതുപോലെ തന്നെ പരിസ്ഥിതി പ്രശ്നം, അതൊക്കെ ഇവരുടെ ഇത്തരം ഒരു മതരാഷ്ട്രവാദത്തെയും വർഗീയ അജണ്ടയെല്ലാം മറച്ചു പിടിക്കുന്നതിനും അതിനൊരു മറയായിട്ട് സ്വീകരിക്കാനുമാണ് അവരുടെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തി നടത്തുന്ന പരിശ്രമം. അത് ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, SDPIയും സംഘപരിവാരും എല്ലാം ആ നിലയിലാണ് പരിശ്രമിക്കുന്നത്. അതിനെ ശക്തിയുക്തം എതിർക്കേണ്ടത് ഒരു മതനിരപേക്ഷ ഉള്ളടക്കമുള്ള സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. അത്തരത്തിൽ ഈ സംവിധാനത്തിലും നുഴഞ്ഞു കയറി ചിലയിടത്തെങ്കിലും അതിനെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. അപൂർവം ചിലയിടത്ത്. മൊത്തത്തിൽ അത് ഇവരുടെ നിയന്ത്രണത്തിലൊന്നും ആരംഭിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ തുടക്കമിട്ടതോ ഒന്നുമല്ല. എന്നാൽ ഈ സംവിധാനത്തിൽ അവർ നുഴഞ്ഞു കയറി ഹൈജാക്ക് ചെയ്തിട്ട് അപൂർവം ചിലയിടങ്ങളിൽ ഇടപെടുന്നു. അത് സംബന്ധിച്ചൊരു ജാഗ്രത പൊതുവിൽ സമൂഹത്തിന് ഉണ്ടാവേണ്ടതുണ്ട്. ഇതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ മാഷിൻ്റെ പ്രസംഗം അത് CPIM ജില്ലാ സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഇത്തരത്തിൽ ഒരു പ്രസംഗം നടത്തി. അങ്ങനെയെങ്കിൽ ഇവർക്കെതിരെ കേസ് എടുക്കണ്ടേ? ഇത്തരത്തിൽ ഒരു ആയുധ പരിശീലനം അടക്കമുള്ള അല്ലെങ്കിൽ വ്യായാമത്തെ ആ രീതിയിലേക്ക് മാറ്റുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ കേസ് എടുക്കണ്ടേ എന്നൊക്കെ തരത്തിലുള്ള CPIM ഇപ്പോഴാണോ ഇത് ശ്രദ്ധിച്ചത് എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ഇതിനെയൊക്കെ ദുർവ്യാഖ്യാനിച്ച് തെറ്റായ നിലയിൽ പ്രചാരണം നടത്താനും അതുപോലെ തന്നെ ഇത്തരം ശക്തികൾ വെള്ളപൂശാനുമുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ്. ആ കേസെടുക്കാനൊക്കെ അത്തരത്തിൽ തെറ്റായ നിയമവാഴ്ചക്ക് നിരക്കാത്ത ഏതൊരു നിലപാടും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കേസെടുക്കുന്നതിന് എടുക്കാറുണ്ടല്ലോ. അതുപോലെ ഏതെങ്കിലും സംവിധാനത്തിൽ ഇതെന്നല്ല, ഏതെങ്കിലും അങ്ങനെ ഒരു നിലപാടുകൾ ആരുടെയെങ്കിലും ഭാഗത്ത് തെറ്റായ രീതികൾ, നിയമവിരുദ്ധമായ ഒരു നീക്കങ്ങളോ പ്രവർത്തനങ്ങളോ കണ്ടാൽ കേസെടുക്കുന്നതിന് എന്താണ് തെറ്റ്? ആ കേസെടുക്കാറുണ്ടല്ലോ. ഇതിലെന്തെങ്കിലും ഇത്തരം ഒരു ഇടപെടൽ നടത്തുന്നതിന് ഇങ്ങനെ ഒരു ഹൈജാക്ക് ചെയ്തിട്ട് അവരുടെ മതരാഷ്ട്രവാദത്തെ അതിനുള്ള ഒരു പ്രചാരണത്തിൻ്റെ വേദിയാക്കിയിട്ട് ഉപയോഗിക്കാനുള്ള നീക്കത്തെയാണ് ശ്രദ്ധിക്കണം, ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞാൽ. അതിനെന്തിനാ കേസെടുക്കേണ്ട കാര്യമൊന്നും? കേസ് ഇപ്പോൾ എത്ര കേസ് എടുക്കണമെങ്കിലും ഓരോരുത്തോട്ടെ. എത്ര കേസിൽ നമ്മൾ അവർക്കെതിരെ കേസെടുക്കണ്ടേ എന്നുള്ളതാണ് ചോദ്യം. അല്ല, അവർക്കെതിരെ കേസെടുക്കേണ്ട അങ്ങനെ ഏതെങ്കിലും നിയമവിരുദ്ധമായ നിലയിൽ എവിടെയെങ്കിലും
ഒരു തീവ്രവാദ പിന്നെ പ്രവർത്തനങ്ങൾ മറ്റ് നീക്കങ്ങൾ നടക്കുമ്പോൾ അത് നിൽക്കണം. ഇതിപ്പോൾ ഒരു വ്യായാമമാണല്ലോ. വ്യായാമത്തിൽ ആർക്കും പങ്കെടുക്കാം. പക്ഷേ ഇത്തരം ശക്തികൾ ആ വ്യായാമ കൂട്ടായ്മയിൽ ചിലയിടങ്ങളിൽ നുഴഞ്ഞു കയറി അവരുടെ ആശയ പ്രചരണത്തിൻ്റെ ഒരു മറയാക്കിയിട്ട് ഇത് ഉപയോഗപ്പെടുത്താൻ നടത്തുന്ന ശ്രമത്തിനെതിരായി ജനസമൂഹമാണ്, പൊതുസമൂഹമാണ്, നാടാണ് ജാഗ്രത പാലിക്കേണ്ടത്. അതാണതിൽ അതാണല്ലോ. മറ്റ് ഇവരേതെങ്കിലും ആയുധ പരിശീലനമോ മറ്റൊന്നല്ല ഇവിടെ നടത്തുന്നത്. ഇവരുടെ ആ നിലയിലുള്ള ഒരാക്ഷേപവും ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഇവരുടെ മതരാഷ്ട്രവാദം, വർഗീയ അജണ്ട, അത്തരം അജണ്ടയുടെ പ്രചാരണത്തിനു വേണ്ടി ഇത്തരം വേദികളെ ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപൂർവം ചിലയിടത്ത് ഇതിനകത്ത് നുഴഞ്ഞു കയറുന്ന ഇതിനെ ഹൈജാക്ക് ചെയ്യുന്ന നില സ്വീകരിക്കുന്നുണ്ട്. അത് ജാഗ്രത പൊതുസമൂഹം ഉണ്ടാവണം, സമൂഹത്തിനുണ്ടാവണം. അതാണ് വേണ്ടത്. പ്രിയ, മോഹൻ മാസ്റ്റർ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് SDPI, ജമാഅത്തെ ഇസ്ലാമി, RSS അടക്കമുള്ള സംഘടനകൾ MAC7 പോലുള്ള ഒരു സംവിധാനത്തിനകത്തേക്ക് നുഴഞ്ഞു കയറി അവരുടെ മതരാഷ്ട്രവാദത്തിനും വർഗീയവാദത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് മാഷ് സൂചിപ്പിച്ചത്. അതിനെതിരെ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് സൂചിപ്പിച്ചത് എന്നുള്ള കാര്യം മാഷ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്.